എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി കൊണ്ടൊരു കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ചേർത്ത് നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. മിക്സി കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയവും മതി നമുക്കിത് റെഡിയാക്കാൻ. ഇനി ഈ കേക്ക് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തത്. നോർമൽ ഷുഗർ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. ഞാൻ പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറുതായിട്ട് നുറുക്കിയ ഡേറ്റ്സും 1 കപ്പ് ചെറുതായിട്ട് നുറുക്കിയ ക്യാരറ്റും വേണം നമുക്ക്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് വേണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ നമുക്ക് ഇതിലേക്ക് വേണം. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പാല് കൂടെ വേണം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് മിക്സിയാണ് വേണ്ടത്. ഞാനൊരു മിക്സിയിലേക്ക് എടുത്തു വെച്ച നമ്മുടെ പഞ്ചസാരയും സൺഫ്ലവർ ഓയിലുമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചൊന്ന് ക്രീമി ആയിട്ട് വരുമ്പോഴേക്കും വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഓരോ മുട്ട വീതമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യത്തെ മുട്ട ചേർത്ത് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് രണ്ടാമത്തെ മുട്ട ചേർക്കാൻ. അപ്പോൾ ഈ 2 മുട്ട കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കണം. ആദ്യം പകുതി ഡേറ്റ്സ് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ വേണം ബാക്കി പകുതി ചേർത്ത് കൊടുക്കാൻ. എല്ലാം കൂടെ ഒരുമിച്ച് ആദ്യമേ ചേർക്കരുത്. അപ്പോൾ അരഞ്ഞു കിട്ടാൻ താമസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഈ ഡേറ്റ്സ് ചേർത്ത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഡേറ്റ്സ് അരഞ്ഞു കിട്ടും. ആദ്യം തന്നെ ഒരുമിച്ചിട്ടാൽ അരഞ്ഞു കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റും ഇതുപോലെ തന്നെ 2 പ്രാവശ്യമായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം പകുതി ക്യാരറ്റ് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. പിന്നെ വേണം ബാക്കി പകുതി ക്യാരറ്റ് ചേർത്ത് അരച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ നന്നായിട്ട് അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റി റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് വേറെ ഒരു ബൗൾ എടുത്തിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു അരിപ്പ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ജസ്റ്റ് ഒരു അരിപ്പയിലേക്ക് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് നമുക്കൊരു ബൗളിലേക്ക് നന്നായിട്ട് സീവ് ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സീവ് ചെയ്തെടുത്താൽ മാത്രമേ നന്നായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റെപ്പ് മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചാൽ അത്രയും നല്ലത്. 1 പ്രാവശ്യം അരിച്ചാലും ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡേറ്റ്സും ക്യാരറ്റും മുട്ടയും ഒക്കെ ചേർത്ത മിക്സിലേക്ക് നമുക്ക് കുറേശ്ശെ ഓരോ സ്പൂണായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഇളക്കി നമുക്കിത് മിക്സാക്കി എടുക്കണം. ബീറ്റർ യൂസ് ചെയ്യണ്ട കേട്ടോ. ബീറ്റർ യൂസ് ചെയ്താൽ കേക്ക് ഹാർഡായി പോവും. അതുപോലെ മിക്സിയിലിട്ടാലും കേക്ക് കുറച്ച് ഹാർഡായി പോവും. ഇത് ഓരോ സ്പൂണായിട്ട് ഈ ബാറ്ററിലേക്ക് ചേർത്ത് സ്ലോലി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് കേക്കിനൊരു ലൂസ് ബാറ്ററാണ് വേണ്ടത്. പക്ഷേ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയത് കാരണം നമുക്കിത് കുറച്ചും കൂടെ ലൂസാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് നോക്കണം ഇത് കറക്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ടും ശരിയായില്ലെങ്കിൽ 1 ടേബിൾ പാൽ കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് മൈദയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓയിലൊന്ന് ടിന്നിൻ്റെ 4 സൈഡിലും ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഈ മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഈ സ്പ്രിങ്കിൾ ചെയ്ത മൈദ 4 വശത്തും കേക്കിൻ്റെ ടിന്നിൽ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് തട്ടി കൊടുത്തിട്ട് ആ മൈദ അങ്ങ് നമ്മൾ കൊട്ടിക്കളയണം.
ഇനി അതിലേക്ക് വേണമെങ്കിൽ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചാൽ നല്ലതാണ്, വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് ലെവൽ ചെയ്യണം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. സ്പാച്ചുല ഉപയോഗിച്ച് നമ്മൾ ടോപ്പ് ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത ശേഷം ഒരു പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ബേക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 180 ഡിഗ്രിയിൽ ചൂടായി കിടക്കുന്ന ഓവനിലേക്ക് നമുക്ക് കേക്ക് വെക്കാം. ഇനി ഏകദേശം ഒരു 35 തൊട്ട് 40 മിനിറ്റ് വരെ എടുക്കും ഈ കേക്ക് റെഡിയായിട്ട് വരാൻ. ഈ റെഡിയായ കേക്ക് ഇനി നമുക്കൊരു 10 മിനിറ്റ് തണുക്കാൻ വെക്കണം. എന്നിട്ട് വേണം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാൻ. പെട്ടെന്ന് തന്നെ എടുക്കരുത്, ചിലപ്പോൾ കേക്ക് മുറിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് തണുത്ത കേക്ക് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഹെൽത്തി കേക്കാണ്, നല്ല ടേസ്റ്റുമാണ്. ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ കേക്കാണിത്. നല്ല സോഫ്റ്റ് കേക്കും ഡേറ്റ്സിൻ്റെയും ഒക്കെ ഫ്ലേവറുള്ള നല്ലൊരു കേക്കാണിത്. ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.